എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യസാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ട്രാക്കിങ് ഇൻറ്റൽസാറ്റ് 17 66° സി ബാൻഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ട്രാക്കിങ് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ചേർപ്പിൽ നിന്ന് പിന്നെ ബസ് കാരണം വലിയചേനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഡിഷ് ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താണ്. അങ്ങനെ അവർ 5G LMB എത്തിച്ചു. എന്നോടത് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സാധാരണ വരുന്ന 6 ഫീറ്റ് ഡിഷിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെയല്ല. ഇതിൻ്റെ സ്റ്റാൻഡ് മുറിഞ്ഞ് വീണു, ഡിഷ് താഴെ വീണിരുന്നു. അങ്ങനെ രണ്ടാമത് ചെയ്തൊരു സ്റ്റാൻഡാണത്. നമുക്കത് മോഡിഫൈ ചെയ്ത ഡിഷാണ്. വീണതിന് ശേഷമുള്ള ബെൻഡ് ഷീറ്റൊക്കെ ബെൻഡായിട്ടുണ്ട്. ഇത് നോർമൽ LMBയിലാണ് ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിഗ്നൽ വന്ന് പോയി കളിക്കുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മീറ്ററിൽ നോക്കാം. യൂണിവേഴ്സലിൻ്റെ LMB ആണ്, പഴയ മോഡലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ LMBയിൽ കിട്ടുന്ന സിഗ്നൽ ആദ്യം ഒന്ന് കാണിക്കാം, എന്നിട്ട് 5G LMB സെറ്റ് ചെയ്യാം. നോർമൽ LMB കിട്ടുന്ന സിഗ്നൽ നോക്കാം. സിഗ്നൽ ഇങ്ങനെ ഓരോ ടൈപ്പിൻ്റെ സിഗ്നൽ നോക്കാം. ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. ഉണ്ടല്ലോ, സിഗ്നൽ വരുന്നുണ്ട്, അതേപോലെ ഒറ്റയടിക്ക് വീണ്ടും സിഗ്നൽ പോയിക്കൊണ്ടിരിക്കുക. ഈ രീതിയിലാണ് ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നത്. അടുത്ത DP നോക്കാം. ഇത് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. ശരിക്കും പടം കാണാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ ടീപ്പിൻ്റെ സിഗ്നലും കാണുന്നത്. നോക്കാം, വെർട്ടിക്കലും ഹൊറിസോണ്ടും എല്ലാം ഒരേപോലെ തന്നെ നല്ല സിഗ്നൽ വരുന്നുണ്ട്. അതേപോലെ പെട്ടെന്ന് സിഗ്നൽ പോവാം. ആദ്യം ജനം കിട്ടിയിരുന്ന DP ആണത്. ഇത് നോക്കാം, ഇത് അതേപോലെ തന്നെ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത്. ശരിക്ക് പടം കാണാൻ പറ്റാത്തൊരവസ്ഥ. നോക്കുക, കരഞ്ചറിൻ്റെ DP ആണത്. ഇത് അതേ കണ്ടീഷൻ തന്നെയാണ്. 40-25 ഈ DP ഇതേപോലെ തന്നെ. ഈ കാണുന്ന സോളിഡിൻ്റെ LMB ആണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു LMBയിൽ കിട്ടുന്ന സിഗ്നൽ എത്ര ഉള്ളത് നോക്കാം. LMB സെറ്റ് ചെയ്തു. ആ റിങ്ങൊക്കെ മാറ്റി, റിങ്ങിനൊരു പൊട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. ഇതിന് 3 സ്ക്രൂ ആണ് വരുന്ന 3 സൈഡിൽ നിന്ന്. ഇത് 3 ഒരേപോലെ ടൈറ്റ് ചെയ്യണം, നല്ല കറക്റ്റ് സെൻറ്ററായിട്ട് നിൽക്കുകയുള്ളൂ. കറക്റ്റായി സെൻറ്ററായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾ സൈഡ് നോക്കുക. ഈ സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആ ഒരു അളവിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് സിഗ്നൽ കിട്ടുക. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് LMB ചെരിഞ്ഞ് നിൽക്കും. ഇനി നമുക്ക് സിഗ്നൽ നോക്കാം. ഡയറക്ഷൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. LMBയിൽ നിന്ന് നേരെ കേബിൾ മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഇനി ഓരോ ടൈപ്പിൻ്റെ സിഗ്നലും MER നോക്കാം. 40-25 58% സിഗ്നൽ കിട്ടുന്നുണ്ട്. MER 9% കിട്ടുന്നുണ്ട്. അടുത്തത് 4005 61% സിഗ്നൽ കിട്ടുന്നത്. അതിൻ്റെ MER നോക്കാം. 10% MER കിട്ടുന്നത് 4005ൻ്റെ. അടുത്തത് 3966 61% സിഗ്നൽ കിട്ടുന്നുണ്ട്. 10% MER ഉണ്ട്. അടുത്ത DP വരുന്നത് 3876 MER 9% കിട്ടുന്നുണ്ട്. അടുത്ത DP എൻ്റെ MER വരുന്നത് 9%. അടുത്തത് വരുന്നത് 61% സിഗ്നൽ വരുന്നത്. MER 10%. ഇനി അടുത്ത് വരുന്ന DP കൈരളീൻ്റെ ആണ്. 63% കിട്ടുന്നുണ്ട്. MER 11% വരുന്നത്. അടുത്ത DP വരുന്നത് കലഞ്ചറിൻ്റെ DP ആണ്. 62% വരുന്നുണ്ട് സിഗ്നൽ. MER 11%. ഇങ്ങനെയാണ് സിഗ്നൽ കിട്ടുന്നത്. ഞാൻ ഡിഷ് വീണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആ ബെൻഡ് കൊണ്ടാണ് ഈ ഷീറ്റൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ കോടി നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് മൊത്തത്തിൽ അയച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കിട്ടുന്ന സിഗ്നലാണ് കാണിച്ചത്. ആ ബെൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേറെ സിഗ്നൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.